ഹായ് ഫ്രണ്ട്സ്, ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ഇന്നത്തത്. നമ്മുടെ ഫേസിനെ എക്സ്ട്രീംലി സോഫ്റ്റ് ആക്കാനും ക്ലിയർ ആക്കാനും ബ്രൈറ്റ് ആക്കാനും ഏറ്റവും ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്ലിസറിൻ. ഒരുപാട് ബ്യൂട്ടി പ്രൊഡക്ട്സിലെ ഇൻഗ്രീഡിയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈ ഒരു ഗ്ലിസറിൻ ആയിരിക്കും. ഹെയർ കെയറിലും സ്കിൻ കെയറിലൊക്കെ ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ഗ്ലിസറിൻ വെച്ചിട്ടുള്ള ഫേസ് പാക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ആണ്. നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഈ ഗ്ലിസറിൻ വാങ്ങാൻ പറ്റും. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലാണ് ആഡ് ചെയ്യുന്നത്. കറ്റാർവാഴയുടെ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഫ്രഷ് ആയിട്ട് അതിൻ്റെ അലോവേര ജെല്ല് നിങ്ങൾക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിക്കാം. ഇനി മാർക്കറ്റിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അധികം സ്മെല്ലൊന്നും ആഡ് ചെയ്യാത്ത ടൈപ്പ് അലോവേര ജെല്ല് വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിൽ തേർഡ് ആൻഡ് ദ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് തേനാണ്. അപ്പോൾ ഈ ഓരോ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇൻഡിവിജ്വലി എടുത്ത് നോക്കിയാൽ പോലും നമ്മുടെ സ്കിന്നിന് എക്സ്ട്രീംലി ബെനിഫിറ്റ് തരുന്ന ഇൻഗ്രീഡിയൻസ് ആണിത്. നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ് ഗ്ലിസറിന്. അതുപോലെ നമ്മൾ ആഡ് ചെയ്യുന്ന തേനാണെങ്കിലും ആൻറ്റി മൈക്രോബിയലും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ തേനുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ സ്മൂത്ത് ആക്കാനും നമ്മുടെ മുഖത്തുള്ള പാടുകളൊക്കെ ഒന്ന് കുറയ്ക്കാനും ഒക്കെ എക്സ്ട്രീംലി സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണിത്. നമ്മളിത് 3 ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യുക. അതുപോലെ നമ്മുടെ കഴുത്തിലും പിന്നെ നിങ്ങൾക്ക് എവിടെയാണോ കുറച്ചധികം കരിവാളിപ്പൊക്കെ ഉള്ളത്, ഇപ്പോൾ കൈമുട്ടിൽ, കാൽമുട്ടിൽ, അങ്ങനെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചുണ്ടിൻ്റെ അടിഭാഗത്തൊക്കെ നമുക്ക് കുറച്ച് റഫായിട്ടുള്ള ഭാഗമുണ്ട്. അതുപോലെ തന്നെ മൂക്കിൻ്റെ സൈഡിൽ ഇവിടെയൊക്കെ നമുക്ക് നല്ലൊരു റഫ്നെസ് ഉള്ള ഭാഗങ്ങളാണ്. അവിടെയൊക്കെ നിങ്ങളിത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇത് അപ്ലൈ ചെയ്ത് നിങ്ങളിത് റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ സ്കിന്ന് സ്മൂത്തായിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ഭാഗങ്ങളൊന്ന് തൊട്ട് നോക്കുക. അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേ ഭാഗങ്ങളൊന്ന് തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം സ്വന്തമായിട്ട് തന്നെ മനസ്സിലാകും. അപ്പോൾ ഞാനിത് ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യുകയാണ്. നല്ല റിസൾട്ട് തരുന്ന നാച്ചുറൽ റെമഡീസ് മാത്രം ഷെയർ ചെയ്യുന്നൊരു ചാനലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും ഈ പാക്ക് ഒന്ന് ടൈറ്റ് ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആ സമയത്ത് നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്ത് എല്ലാ ഭാഗത്തും ഒന്ന് പതുക്കെ മസാജ് ചെയ്യുക. അതിനുശേഷം കഴുകി കളയുക. ഒരു ക്ലീൻ ടവൽ വെച്ച് നന്നായിട്ട് ഡ്രൈ ആക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ അപ്ലൈ ചെയ്യാം. ദെൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. നമ്മളെപ്പോഴും ഒരു ഫേസ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് ഇറങ്ങുന്നത് ഒട്ടും നല്ലതല്ല. കാരണം നമ്മുടെ സ്കിന്ന് നല്ല സെൻസിറ്റീവ് ആയിരിക്കുന്ന സമയമായിരിക്കും അത്. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സൺ ടാനും സൺബേണൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നാച്ചുറൽ റെമഡീസ് മാത്രം ഷെയർ ചെയ്യുന്നൊരു ചാനലാണിത്. ഒത്തിരി വീഡിയോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നുകാർക്ക് പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എനിക്കും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ നിങ്ങളുടെ കമൻറ്റ് വളരെ വാല്യുബിളാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.